ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ബിഫോർ വാച്ചിങ് ഞാൻ പറയാണ്, ബിക്കോസ് ഇത്രയും ഡിപ്രസിങ് ന്യൂസ് ഈ അടുത്തിടെ ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് രാവിലെ തന്നെ കണി കണ്ടത്. നെടുമങ്ങാട് രണ്ടാനച്ഛനും അമ്മയും കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു ന്യൂസ് കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. എന്താ പറയാ, നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതും നമ്മുടെ ട്രിവാൻഡ്രത്താണെന്നുള്ളതുമാണ് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ വാർത്ത കേട്ടതിന് ശേഷം എനിക്കിങ്ങോട്ട് കഴിക്കാനോ കുടിക്കാനോ പോലും തോന്നില്ല. കാരണം എനിക്കും ഉണ്ട് ഒരു 1.5 വയസ്സുകാരി. ഒരു 1.5 വയസ്സുകാരന് നേരിട്ട പെയിനുകളും ആ കുട്ടി അനുഭവിച്ച കണ്ണീരും വേദനയും ഒക്കെ എടുത്തെടുത്ത് ന്യൂസ് ചാനൽസ് പറയുന്ന കേൾക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഐ ഫീൽ ഡിപ്രസ്ഡ്. എനിക്കും ഉണ്ട് ഒരു കുഞ്ഞ്. ഇവിടെ ഒന്ന് വീണാൽ പോലും അത്രയും സങ്കടമാണ്. അവളെ കരയുന്ന, അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും എനിക്കറിയാതെ കണ്ണീര് വരും. കാരണം ആ ഒരു പെയിൻ അവൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. നമുക്ക് കുറേ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടാണ് ഇവരൊക്കെ ഭൂമിയിലോട്ട് വന്നത്, അത് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, നമ്മൾ കുറേ ഇഞ്ചക്ഷനും നമുക്ക് കുറേ ട്രിപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. അവൾ ഇതുപോലെ അനുഭവിച്ചിരുന്നെങ്കിൽ അവൾ എന്തുമാത്രം പെയിൻ, അവൾ കരയും, ആ വിഷമമൊക്കെ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞു പോകും. കാരണം ഒരു അമ്മമാർക്ക് അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പറ്റണില്ല, ഒന്നും ചെയ്യാനോ ഒന്നും തോന്നില്ല. പക്ഷേ ഞാൻ റിയാക്ഷൻ പോലും അങ്ങനെ അധികം ഞാൻ റിയാക്ഷൻ വീഡിയോസോ ഒന്നും ചെയ്യാനോ ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തില്ല. ഞാൻ അമ്മയാണോ ഗൈസ്, എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയും ഈ ന്യൂസും റിയാക്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ ലോകം, നമ്മുടെ കേരളവും വരെ അത്ര അടപ്പത്തിച്ച് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തലയിൽ വരുന്നത് ലഹരിയുടെ തലയിലായിരിക്കും അവസാനം വരുന്നത്. രണ്ടാനച്ഛൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു, അതുകൊണ്ടാണ് ആളിങ്ങനെയൊക്കെ ചെയ്തതെന്നായിരിക്കും ലാസ്റ്റ് ന്യൂസിൽ വരിക. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ആ കുഞ്ഞ് എത്ര മാസങ്ങൾ കൊണ്ടാണ് ആ വേദനകൾ അനുഭവിച്ചതെന്ന് ഇന്നത്തെ വാർത്തയിൽ പറയുന്നുണ്ട്. ജനനേന്ദ്രിയത്തിൽ വരെ കുഞ്ഞിന് മുറിവാണ്. ശരീരത്തിൽ മുറിവില്ലാത്തൊരു ഭാഗമില്ല, എല്ലായിടത്തും മുറിവാണ്. അമ്മയുണ്ട്, അമ്മ എന്ന് എനിക്ക് വിളിക്കാൻ പോലും ആ സ്ത്രീയെ എനിക്ക് അമ്മ എന്ന് പറയാൻ പോലും തോന്നുന്നില്ല. കാരണം ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അപ്പം അമ്മ നിരപരാധിയാണ് എന്ന് പറഞ്ഞാലും ഒരു അമ്മയ്ക്കും ഒരു വ്യക്തി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെ വഴികളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇവർ കുഞ്ഞിനെ വെച്ച് പൈസ കിട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വൈറലാണ് ആ വീഡിയോ ഒക്കെ. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പരാതി, തൻ്റെ കുഞ്ഞിനെ ഇയാൾ ഉപദ്രവിക്കുന്നു ഒരു പരാതി കൊടുത്തൂടെ? ഇവരൊന്നും ചെയ്യില്ല. അയാൾ പോലീസുണ്ട്, കോടതിയുണ്ട്, ഇവർക്ക് വീട്ടുകാരുണ്ട്, ഇവരുടെ ആദ്യ ഭർത്താവിന് വീട്ടുകാരുണ്ട്, എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിരിക്കുമായിരുന്നു. പക്ഷെ ഇവരതൊന്നും ചെയ്തില്ല. ഇവര് കണ്ടുകൊണ്ടിരുന്നു, രസിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാം. ഈ ഡിപ്രഷൻ വരുന്ന പോലെ തോന്നുന്ന ഒരു ആ കുഞ്ഞിന്റെ മുഖം എനിക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരണം. കൈയൊക്കെ കൈ ഒടിച്ചതായിരിക്കും, ഉറപ്പായിട്ട് അത് ഒടിച്ചതായിരിക്കും. വേറെ ഒരു മുറിവും ഇല്ല, കൈ ഒടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറ്റണേ? അതുപോലെ തന്നെ കുഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ തലക്കിട്ട് കടി കൊടുക്കുന്നു. അത്രയും തലയ്ക്ക് അടിച്ചാൽ മാത്രമേ കുഞ്ഞിന് ബോധം പോകുള്ളൂ. അത്രയും ശക്തിയോടെ ഇയാൾ ആ കുഞ്ഞു തലയിൽ അടിച്ചിരിക്കുന്നു. ഇത്രമാത്രം ക്രൂര, ലഹരിക്ക് പോലും പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറം ക്രൂരനാണ് അയാൾ, ആ രണ്ടാനച്ഛൻ. അതെല്ലാവരും പറയുന്നുണ്ട്, ബന്ധുക്കൾ ഉൾപ്പെടെ. ഈ അമ്മ എന്ന് പറയുന്ന ആളുടെ അമ്മ, ഫാമിലി എല്ലാവരും പറയുന്നുണ്ട് ഇയാളൊരു ക്രൂരനായ ഒരാളുടെ കൂടെ ഇവരെന്തിനാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടന്നത്? അതോ ആ കുഞ്ഞിനെ നോക്കുന്ന എത്രയോ പേരുണ്ടായിരുന്നു. ഈ അമ്മൂമ്മ എന്ന് പറയുന്ന ആള്, അതുപോലെ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ആ കൊച്ചിനെ അങ്ങോട്ട് കൊടുത്തുകൂടി? ഇവർക്ക് നോക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ രണ്ടാൻ ഭർത്താവ് ഉപദ്രവിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ ഇവർക്കത് ചെയ്തുകൂടായിരുന്നു. എങ്ങനെ പറ്റുന്ന? പിന്നെ നെടുമങ്ങാടാണ് സ്ഥലം ഒന്നും നോക്കണ്ട, സ്ഥലം എവിടെ ആയാലും ആ കുഞ്ഞിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ കുഞ്ഞിന്റെ ആ ഒരു ഓമനത്തമാർന്ന ആ മുഖം എനിക്ക് സത്യം എൻ്റെ മനസ്സിന് പോകുന്നില്ല. കുഞ്ഞു മുഖവും ആ ഒടിഞ്ഞ കൈയും വെച്ചൊക്കെ വെച്ച് നിൽക്കുന്നതും ആ മനസ്സിന് പോകുന്നില്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നപ്പോഴും, സത്യം പറയട്ടെ, ഉറങ്ങാൻ കിടന്നപ്പോഴും എൻ്റെ ഉള്ളിൽ മൊത്തം ഈ ന്യൂസാണ്. ആ കൊച്ചു അനുഭവിച്ച പെയിനാണ് എൻ്റെ ഉള്ളിൽ മൊത്തം. എന്തായാലും ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ലോകത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് പുറത്തറിയില്ലല്ലോ. ആർക്കും തന്നെ ദൈവമേ ഇങ്ങനെ ഒരു ക്രൂരത ഉണ്ടാക്കരുതേ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എനിക്ക് ചില നേരത്തെ ദൈവത്തിനെ തന്നെ വിളിക്കാൻ തോന്നുന്നില്ല. കാരണം ദൈവം ഈ ക്രൂരതയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്രയോ കുഞ്ഞു പിള്ളേർ ക്യാൻസർ വന്നു, ഒരു തെറ്റും ചെയ്യാത്ത പിള്ളേർ ക്യാൻസർ വന്നു, ആ പെയിൻ അതൊക്കെ അനുഭവിക്കുന്നു, ആ വേദനകൾ. ദൈവം അതൊന്നും കാണുന്നില്ല. ദൈവം കാണുന്നത് ഈ ക്രൂരന്മാരായ ദുഷ്ടന്മാരായ അമ്മമാര് പന പോലെ ജീവിച്ച് ഡ്രഗ്സും കുടിച്ച്
പല വൃത്തികേടുകളും ചെയ്ത് നടക്കണവന്മാർ നല്ല സുഖമായിട്ട് ജീവിക്കും. എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ചില നേരത്തെ ദൈവത്തിനോട് വരെ ദേഷ്യം തോന്നും. ഞാനൊരു ദൈവഭക്തയാണ്, ഞാനൊരു എത്തിസ്റ്റൊന്നുമല്ല. ഭയങ്കരമായിട്ട് ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന് തന്നെ കുറ്റം പറയാൻ തോന്നും. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും ക്രൂവൽറ്റി വേണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു കുഞ്ഞിനോടും ഇങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ. ഇതിലൊന്നും പറയാനില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം.